ഹലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹണി റോസ് മനോരമ മനോരമ ചാനലിൻ്റെ നേരെ ചൊവ്വേ പരിപാടിയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പുതിയ കമൻറ്റുമായി വന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഹണി റോസ് പറഞ്ഞു, രാഹുൽ ഈശ്വർ വളരെ മനോഹരമായി സംസാരിക്കുന്നു, വളരെ മനോഹരമായി കാര്യങ്ങളെ വഴിതിരിച്ചു വിട്ടു എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഇൻ്റർവ്യൂ മുഴുവൻ ഞാൻ കണ്ടതാണ്. അതിൽ ഒരു സ്ഥലത്തും ഹണി റോസ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടില്ല, രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. നീ രാഹുൽ ഈശ്വർ എന്തിനാണ് ഹണി റോസ് എന്താ പറയുന്നത്, എവിടെയാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നതെന്ന് നോക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ എന്തോ ഒരു പേഴ്സണൽ ഒരു ഇത് വെച്ചിട്ട് ഇവരുടെ പിന്നാലെ നടന്ന് അവർ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന് ഇതെന്തിൻ്റെ എന്താ പറയുക, എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും രാഹുൽ ഈശ്വർ ഹണി റോസിന് കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ മെയിൻ പണി തന്നെ ഇതാണ്, ഹണി റോസിനെ പിന്നെ ഭാരതീയ സംസ്കാരവും നമ്മുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹണി റോസിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഏത് നേരെ ചൊവ്വേ എന്ന് പറയുന്ന മനോരമ ചാനലിലെ ഇൻ്റർവ്യൂവിന് രാഹുൽ ഈശ്വർ ഹണി റോസിന് കുറേ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അതായത് ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണി റോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണി റോസിനെതിരെ അവമതിപ്പും മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 2 തവണ മനോഹരമായി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനോഹരമായി സംസാരിക്കുന്നു ഹണി റോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവം ഞാൻ വഴിമാറ്റി ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഹണി റോസ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ, ഇത് രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിക്കുന്നുണ്ടൊന്നും അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഹണി റോസ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ 99% ഹണി റോസിന് എതിരാണ്. യഥാർത്ഥത്തിൽ ഹണി റോസ് മറന്നുകൂടാത്ത കാര്യം, ഹണി റോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്, ഹണി റോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, 99% മാധ്യമങ്ങളുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വർ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ 90% പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ്? ഹണി റോസ് ആലോചിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി, 99% മാധ്യമങ്ങൾ, ഹണി റോസ് എന്തോ വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത്, 99% മാധ്യമങ്ങൾ, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ 90% ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ്, മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ്, സഭ്യതയാണെന്നുള്ളത് കൊണ്ടാണ്, സംസ്കാരമാണെന്നുള്ളത് കൊണ്ടാണ്. കണ്ണടച്ച ഇരുട്ടാവില്ല ഹണി റോസ്. ഹണി റോസ് അത് മനസ്സിലാക്കണം. ഹണി റോസ് ഇനി സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരണം, ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളിലേക്ക് വരണം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ മാന്യമായ വസ്ത്രധാരണം എന്നൊരു കാര്യമുണ്ട് എന്ന് തിരിച്ചറിയാം. 2, അനാവശ്യമായി പുരുഷനെ വേട്ടയാടുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, ബോച്ചയുടെ ആ ഒരു വാക്ക് പ്രയോഗം ശരിയല്ല. പക്ഷെ അതിന്റെ പേരിൽ ബോച്ചയെ 5-6 ദിവസം ജയിലിൽ പിടിച്ചെടുക്കുകയും ബോച്ചയെ സെക്ഷൽ അസോൾട്ട് നടത്തിയതെന്ന് പറയുന്നതല്ല, അതൊക്കെ വൃത്തികേടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഹണി റോസിനെ വിമർശിച്ച് എനിക്കെതിരെ നിരന്തരമായി പരാതി കൊടുക്കുകയല്ല. യഥാർത്ഥത്തിൽ ഹണി റോസ് മനസ്സിലാക്കേണ്ടത് കേരളീയ പൊതുസമൂഹം ഹണി റോസിനോടൊപ്പം അല്ലെന്നാണ്. ഹണി റോസിന്റെ പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ, ഹണി റോസ് പറയുന്ന പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ അതിൽ ഹണി റോസിനേക്കാൾ കൂടുതൽ സപ്പോർട്ടുള്ളത് രാഹുൽ ഈശ്വറിനാണ്. കാര്യം ഞങ്ങൾ പറയുന്ന സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഹണി റോസ് ഈ സത്യം തിരിച്ചറിയണം. മാന്യമായ സഭ്യമായ വസ്ത്രധാരണം വേണം. സുന്ദരിയാകുക എന്നുള്ളതും സുന്ദരനാകുക എന്നുള്ളതും എല്ലാവരുടെയും റൈറ്റാണ്. പക്ഷെ ചില ലക്ഷ്മണ രേഖകളുണ്ട്, ചില റെഡ് ലൈൻസ് ഉണ്ട്. അത് വൾഗാരിറ്റിയായി വൃത്തികേടായി മാറരുത്. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ ഓവർ പ്രൊജക്ട് ചെയ്യുന്നതല്ല സൗന്ദര്യം എന്ന് തിരിച്ചറിവുണ്ടാകണം. ഇനിയും നന്നായി വരട്ടെ. എന്തായാലും അതായത് ആ ഇൻ്റർവ്യൂവിൽ ഹണി റോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് കുംഭമേള ഫെയിം മോണോലിസ ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അവരാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. നല്ല കാര്യം. വളരെ എന്താ പറയുക, ഇങ്ങനെയുള്ള മേളകളിൽ മാലയൊക്കെ വിറ്റ് നടന്ന ഒരു പെൺകുട്ടിയാണ്. ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണിൽ ആ കുട്ടിയുടെ സൗന്ദര്യം പതിഞ്ഞു, അങ്ങനെയാണ് കുട്ടി വൈറലായത്. ആ കുട്ടിയാണ് ഇയാൾ ഇവിടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല പൈസയും ഒരു ഡയമണ്ട് നെക്ലസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് രാഹുൽ ഈശ്വർ വന്ന് പറയുന്നത്, ഹണി റോസ് അതിൻ്റെ ഇയാളുടെ തംബ്നെയിലെ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തേക്കുന്നത് ഹണി റോസ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നാണ്. അതായത്
എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത്രയും താഴ്ന്ന ഒരു ചിന്താ നിലയാണോ ഇയാൾക്കുള്ളതെന്ന് എനിക്ക് അതിശയം തോന്നിപ്പോവാണ്. എന്തിനാണ് ഒരു സ്ത്രീയുടെ പിന്നാലെ ഇങ്ങനെ സ്ഥിരമായിട്ട് പിന്നാലെ നടന്ന് എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ, അയാളാണെങ്കിൽ ആ കൊണ്ടുവന്ന പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇയാൾ ഈ പറയുന്ന ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള വർത്താനം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അയാൾ ആ കുട്ടിയോട് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ മാല കച്ചവടമായിരുന്നല്ലോ ആ മോണോലിസ എന്ന് പറയുന്ന കുട്ടിയുടെ ബിസിനസ്, അതായത് ജോലി. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പം മാല അല്ല ആൾക്കാർ നോക്കുന്നതെന്ന്. പിന്നെ എന്താണ് നോക്കുന്നത്? ഇയാളുടെ ഈ വകയുള്ള വർത്താനം ഇയാൾക്ക് ഇനിയും നിർത്താനായിട്ടില്ല. ആ ബോബി ചെമ്മണ്ണൂരിനെയാണ് ഈ രാഹുൽ ഈശ്വരിന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൊയലാളിയോട് എന്താണ് ഇയാൾക്ക് ഇത്ര ഭക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കേസ് കിട്ടിയാലും ഉടനെ രാഹുൽ ഈശ്വർ വരുവായി തൻ്റെ കമൻറ്റ് ബോക്സിലുള്ള അത് ലാപ്ടോപ്പ് എടുത്തിങ്ങനെ പൊന്തിച്ച് കാണിച്ച് തൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടവരുടെ കാര്യങ്ങൾ പറയുകയായി. അതാണ് കേരളത്തിലെ 90% ആൾക്കാരും അല്ലെങ്കിൽ 99% ആൾക്കാരുടെയും അഭിപ്രായം എന്നാണ് പുള്ളി വിചാരിച്ചു വെച്ചേക്കുന്നത്. അതായത് ഒരു യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിൽ വരുന്ന സർവേ വച്ചിട്ടാണ് കേരളത്തിലെ 99% ആൾക്കാരും ഹണി റോസിനെതിരാണെന്നും ബാക്കിയുള്ളവരെല്ലാം രാഹുൽ ഈശ്വറിന് കൂടെയാണ്. ഇത് ഇയാളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ നോക്കിയിട്ട് പല 90% പുരുഷന്മാരും ഈ രാഹുൽ ഈശ്വറിൻ്റെ ഈ വക പരാമർശങ്ങൾക്ക് കൂടെ നിൽക്കുന്നില്ല. ആകെ ഒരു 10% ആൾക്കാരാണ് ഇയാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത്. എനിക്ക് രാഹുൽ ഈശ്വറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത്, പണ്ടത്തെ തറവാടുകളിൽ ചാരുകസേരയിൽ വിശറിയൊക്കെ പിടിച്ചിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന വലിയ കാരണവന്മാരുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഇത് നടക്കില്ല, ഇങ്ങനത്തെ ശീലങ്ങളില്ല എന്നൊക്കെ പറയുന്ന ഒരു തമ്പുരാനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഈ ഹണി റോസ് പറഞ്ഞു, വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ യാതൊരു അവകാശമില്ലെങ്കിൽ പോലും നിങ്ങൾ വിമർശിച്ചോളൂ, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഞാനത് കേട്ടിട്ട് എനിക്ക് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തിരുത്തും. പക്ഷേ ഇതുവരെ ഒന്നും തിരുത്തേണ്ടതായി തോന്നിയിട്ടില്ല. അതേസമയം ഇയാൾ പറഞ്ഞ അശ്ലീല പരാമർശങ്ങൾക്കാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ആ പരാമർശങ്ങളെ, അതായത് അങ്ങനെ കൊടുത്ത കേസിനെ മനോഹരമായിട്ട് മറ്റുള്ളവർ, അത് ഈ രാഹുൽ ഈശ്വർ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വളച്ചൊടിച്ച് വസ്ത്രധാരണത്തെക്കുറിച്ചാണെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിച്ചു, മനോഹരമായി പെരുമാറി എന്നൊന്നും അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ലേ. പിന്നെ ഈ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ പോലെ ഭാഷ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക എടുത്ത് പ്രയോഗിക്കുന്നതെല്ലാം കേൾക്കുമ്പം നമുക്ക്, അതായത് അതുപോലെയൊന്നും എല്ലാവർക്കും പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും അതിനുള്ളിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ തോന്നാറില്ല. ആ മാതിരിയുള്ള അതായത് പോയിന്റുകൾ അങ്ങനത്തെയാണ് എപ്പോഴും വന്ന് കാണാറുള്ളത്. കേരളത്തിലെ 99% പുരുഷന്മാരും ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിന് മോശമാണെന്നാണ് പറയുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതായത് കമൻറ്റ് ബോക്സിലുള്ളതാണ് കേരളം, അതാണ് കേരളത്തിൻ്റെ ചിന്ത എന്നാണ് പുള്ളി വിചാരിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊരു സൂപ്പർ ചേച്ചിയുണ്ട്, എന്നാണ് റാണി പി സദാശിവം. പുള്ളിക്കാരത്തിയുടെ കമൻറ്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കണം. അപ്പം കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ മനോനില എന്താണോ അതനുസരിച്ചാണ് അവർ കമൻറ്റ് ഇടുക. അത് മൊത്തം കേരളത്തിൻ്റെ അഭിപ്രായമാണെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 10 കൊല്ലം മുന്നെയൊക്കെ നമ്മൾ ജീൻസും ടോപ്പൊക്കെ ഇടുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ എല്ലാം കോളേജ് ടൈമിൽ എറണാകുളത്ത് ജീൻസും ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇടുന്നവരുണ്ട്. എന്നാൽ പോലും ഈ നോട്ടങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആ ഡ്രസ്സ് ഇട്ടവരെ പ്രത്യേകമായിട്ടൊന്ന് നോക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്കൊന്നും ഇപ്പോൾ അത് വളരെ സാധാരണമായൊരു വേഷമായി മാറി. എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞൊരു 10 വർഷം മുന്നേ വരെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറ്റം പറയാനും കളിയാക്കാനും ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ പലരും അയാളുടെ കമൻറ്റുകൾ, അയാളുടെ അഭിപ്രായങ്ങളെ അയാൾ പറഞ്ഞ് ശരിയാണല്ലോ, ഇതിലൊരു പോയിൻ്റ് ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷന് തോന്നും, അതായത് ഈ വീഡിയോ ഒക്കെ ഇതിൽ തന്നെ കിടക്കുമല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവും, ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഈ ഒരു വസ്ത്രധാരണത്തിന് ഇത്രയൊക്കെ പറയാനുണ്ടോ, ഇനിയുള്ള കുട്ടികൾ ഏതൊക്കെ തരം വസ്ത്രങ്ങൾ ധരിക്കുമായിരിക്കും, പണ്ട് ചട്ടയും മുണ്ടും ധരിച്ചിരുന്ന അല്ലെങ്കിൽ സെറ്റ് മുണ്ടും അല്ലെങ്കിൽ മുണ്ടും ബ്ലൗസും ഒക്കെ ധരിച്ചിരുന്നവരിപ്പോൾ ചുരിദാറുകൾ, സാരിയും ചുരിദാറും ജീൻസിലേക്കൊക്കെ കടന്നു. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ അതേപോലെ പണ്ട് കാലത്ത് മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല സ്ത്രീകൾ. ഇവർ പറയുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില പാടത്ത് പണിയെടുക്കുന്ന മേൽവസ്ത്രം ധരിക്കാത്ത സ്ത്രീകളെ കണ്ടിട്ട്
പരമ്പത്തൂടി പോകുന്ന ചില തമ്പുരാക്കന്മാർക്ക് ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതെ അതിൻ്റെ പേരിൽ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ വസ്ത്രധാരണം ഇത് കാണുമ്പോഴുള്ള പ്രശ്നമൊക്കെ നിങ്ങളുടെ മനോനിലയുടെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. ഒരു കമൻറ്റിൽ, ഇതേപോലുള്ളൊരു കമൻറ്റിൽ കണ്ടതാണ്, രാഹുൽ ഈശ്വറും സന്തോഷ് പണ്ഡിറ്റും പിന്നെ നിങ്ങളുടെ പുരുഷ കമ്മീഷൻ്റെ ആളുണ്ടല്ലോ, സ്ഥാപകൻ അജിത് വട്ടവിളയോ, അയാളൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കതിനകത്തെ വിഷമം എന്താ വെച്ചാൽ, ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ വലിയ ആരോ ആണെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെയെല്ലാം പറയേണ്ടി വരുന്നത് ഇയാളുടെ നിലപാടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, മനസ്സിൻ്റെയും ചിന്തകളുടെയും ഒക്കെ ഒരു ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് വരട്ടേന്നേ. എല്ലാത്തിനെയും ഒന്ന് തുറന്ന മനസ്സോടെ അക്സെപ്റ്റ് ചെയ്യാനും കാണാനും ഒക്കെ ഒന്ന് പഠിക്കുക. ഒരു സ്ത്രീയുടെ വസ്ത്രം കണ്ടിട്ട് ഇത്രയൊക്കെ അങ്ങ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുമല്ല, ഞാൻ നോക്കുമ്പോൾ രാഹുൽ ഈശ്വർ, ഹണി റോസ് എവിടെയുണ്ടോ അവിടെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ചെയ്തു, മറ്റേ പെൺകുട്ടിയെ കൊണ്ടുവന്നു. അതായത് ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്, ഈ കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നെങ്കിൽ ഈ ഉദ്ഘാടനങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ലേന്നാണ് ചോദിക്കുന്നത്. എന്തിൻ്റെ ആവശ്യം? അങ്ങനെ ഉള്ള അപമാനം സഹിച്ച് ഈ ഉദ്ഘാടനം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ആ രീതിയിൽ പൈസ സമ്പാദിക്കേണ്ടയോ ഒരു സാഹചര്യം ഹണിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അവരത് വേണ്ടാന്ന് വെച്ചതായിരിക്കും. നിസ്സഹായരായ സ്ത്രീകൾ ചിലപ്പം ഇയാളുടെ ഈ വക വേഷം കെട്ടുകളിലൊക്കെ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുമായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലാത്ത നട്ടലുള്ള സ്ത്രീകളും പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഈ രാഹുൽ ഈശ്വറിന് എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും തുറന്ന് കുറച്ചും കൂടി വൈഡായിട്ട് ബ്രോഡായിട്ടൊക്കെ ചിന്തിക്കാൻ പഠിക്കുക. നമ്മുടെ പഴയ തറവാട്ടിലെ കാരണവരാവാതിരിക്കാൻ ശ്രമിക്കുക. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ.